പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ SSLC +2 2025 മാർച്ച് ഏപ്രിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അസൈൻമെന്റുകൾ എങ്ങനെ എഴുതണം എന്നതാണ്. അസൈൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ലാസ്റ്റ് ഡേറ്റ് 2025 ജനുവരി 31. വൊക്കേഷണൽ വിഷയങ്ങൾ ഒഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അസൈൻമെന്റുകൾ എഴുതണമെന്നതാണ്. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് NOSന്റെ സൈറ്റിലുണ്ട്. ഓക്കെ, നമ്മൾ വെറുതെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തതിന് NOS TMA 2024-25 ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതണം. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും എഴുതരുത്. 24 to 25 വൊക്കേഷണൽ വിഷയങ്ങളായ ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ 632, അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടിങ്, ഹൗസ് കീപ്പിംഗ്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കുറച്ച് വൊക്കേഷണൽ ഉണ്ട്. അത് നിർബന്ധമൊന്നും അല്ല ഇപ്പോൾ നമ്മൾ പഠിക്കല്. പക്ഷെ അത്തരം വിഷയങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അസൈൻമെന്റ് വേണ്ട. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങൾക്കും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അസൈൻമെന്റും പ്രൊജക്റ്റും കൂടി ഉണ്ട്. രണ്ടും ഒന്നിച്ച് തന്നെയാണ് എഴുതുക. ഓക്കെ, ഇനി എഴുതാൻ തുടങ്ങിയ പല ആളുകളുണ്ടായിരിക്കും. എഴുതാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ A4 ഷീറ്റ് തന്നെ വാങ്ങും. A4 ഷീറ്റിൽ അല്ലാതെ എഴുതി തുടങ്ങിയവരുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തുടർന്നുള്ളൂ. എഴുതാത്തവരുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് എഴുതാൻ പറ്റുന്നത് A4 ഷീറ്റ് തന്നെ വാങ്ങുക എന്നുള്ളതാണ്. ഒരു പേപ്പറിന്റെ 2 സൈഡും നമുക്ക് എഴുതാം. കവർ പേജ് നല്ല നീറ്റായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇത് വേണം. മാർക്കറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വല്ലാതെ കളർഫുൾ ആക്കരുത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമ്മൾ കാണുന്ന രീതിയിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് 2025 ഏപ്രിൽ ബാച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡ്, ഇപ്പൊ ഇതൊരു A4 ഷീറ്റ് ആണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് 2025 ഏപ്രിൽ ബാച്ച്. പിന്നെ ഇവിടെ താഴെ ഈ സൈഡിൽ ഓക്കെ നെയിം, എൻറോൾ നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സെന്ററിൽ കോൺടാക്ട് കിട്ടും. സബ്ജക്റ്റ് എഴുതുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ കോഡ് നമ്പർ എഴുതാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ 302, മലയാളം ആണെങ്കിൽ 340 എഴുതാം. അപ്പൊ നെയിം, എൻറോൾ നമ്പർ, സബ്ജക്റ്റ്, പിന്നെ സ്റ്റഡി സെന്ററിന്റെ പേര്, അത് NOSന്റെ ID കാർഡ് താഴെ ഉണ്ടായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് എഴുതും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എൻറോൾ നമ്പർ തെറ്റാൻ പാടില്ല എന്നുള്ള. വേറെ എന്തെങ്കിലും നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ കുഴപ്പമില്ല. എൻറോൾ നമ്പർ കറക്റ്റ് ആയിരിക്കും. അത്ര മതി. ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വരയ്ക്കുക. അല്ലാതെ ഒരുപാട് കളർഫുൾ ആയിട്ട് ചിത്രപ്പണം എടുക്കരുത്. കവർ പേജ് അത്ര എഴുതാം. പിന്നെ വേറൊരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ 50 to 100 വേർഡ്സ് എന്നൊക്കെ ഉണ്ടാവും. അതൊന്നും നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതണം. ക്വസ്റ്റ്യൻസിന് മുമ്പേ ഇത് 50 വാക്കിൽ അല്ലെങ്കിൽ 100 വാക്കിൽ അല്ലെങ്കിൽ 60 വാക്കിൽ കവിയാതെ എഴുതുക എന്നുള്ളൊരു സെന്റൻസ് ഉണ്ടാവും. അത് വേണമെങ്കിൽ എഴുതിയ നിർബന്ധമല്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് എഴുതുക. ഇംഗ്ലീഷിൽ ഹിന്ദിയിലൊക്കെ ക്വസ്റ്റ്യൻ കാണും. +2 കാർക്ക് ഇംഗ്ലീഷിൽ മാത്രം എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുക. 2 മാർക്കിന് ഏകദേശം ഒരു ഷോർട്ട് പാരഗ്രാഫ് മതി. മാർക്കിനനുസരിച്ച് എഴുതിയ കുറേ ആണ് എഴുതിച്ചിട്ട് കൂടുതൽ മാർക്ക് കിട്ടുന്നില്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രയാണ്? 2 മാർക്കാണ്. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് 2 മാർക്കാണ്. അപ്പൊ അതിനനുസരിച്ച് ഷോർട്ട് പാരഗ്രാഫ് എഴുതുക. ഓരോ ക്വസ്റ്റ്യൻ ഓരോ പേജിൽ എഴുതണമെന്നൊന്നുമില്ല. തുടർച്ചയായിട്ട് 1 മുതൽ 5 വരെ തുടർച്ചയായിട്ട് എഴുതാം. ഓക്കെ, ഇനി മഷി ഏതുവാണെങ്കിലും ഉപയോഗിക്കാം. ബ്ലാക്ക് ആകാം, അല്ലെങ്കിൽ നീലമഷി ആകാം എന്നുള്ള. റെഡ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ചില ആളുകൾ ക്വസ്റ്റ്യൻസ് ബ്ലാക്കും ആൻസറും നീലമഷിയൊക്കെ ഉപയോഗിക്കുക. അതിനൊന്നും വിരോധമല്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മാർജിൻ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലെ ക്വസ്റ്റ്യൻ നമ്പർ പരമാവധി ഇടാതിരിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ലേ. അപ്പൊ മാർജിൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോ ഇത് മാർജിൻ ആണെങ്കിൽ ഈ മാർജിന്റെ ഈ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യാം, മാർജിന്റെ പുറത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ പരമാവധി ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ എഴുതി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ എഴുതുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എഴുതുക. പിന്നെ മൂന്നാമത്തെ എഴുതുക. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് 2 മാർക്ക്. പിന്നെ നാലാമത്തെ 5ാമത്തെ 4 മാർക്ക് വെച്ചിട്ടാണ്. മാർക്കിനനുസരിച്ചിട്ട് എഴുത്ത് മാറ്റം വരണം. ഓക്കെ, 4ഉം 5ഉം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എഴുതണ്ട. ഓക്കെ, സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എഴുതണ്ട. പിന്നെ നമുക്ക് 6ാമത്തെ പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്റ്റ് ഈ അസൈൻമെന്റിനോട് അറ്റാച്ച് ചെയ്യണ്ട. അപ്പൊ 5 കഴിഞ്ഞ ഉടനെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ വെറും പ്രൊജക്റ്റ് എന്ന് മാത്രം എഴുതാം. പേര് എൻറോൾ നമ്പർ വേണമെന്നില്ല. കാരണം അത് നമ്മൾ മെയിൻ കവർ പേജിൽ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ ഉള്ളിലുള്ള കവർ പേജിൽ 5 കഴിഞ്ഞ അടുത്ത ഒരു A4 ഷീറ്റ് എടുത്ത് അതിൽ സെന്ററിൽ അതിന് മാർക്കറോണ്ട്, സ്കെച്ച് കൊണ്ട്, പേനോണ്ട് എന്തൊരു എഴുതിയാലും കുഴപ്പമില്ല, പ്രൊജക്റ്റ് എഴുതുക. എന്നിട്ട് അടുത്ത പേജിൽ എഴുതുക.
അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻസും ആൻസർ എഴുതുക. പിന്നടിക്കുമ്പോൾ ഈ 5ഉം 6ഉം ഒന്നിച്ച് പിന്നടിക്കും. അപ്പോൾ 1 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് കണ്ട് അതിൻ്റെ ഇടയിൽ 6ാമത്തിന് മുമ്പ് പ്രൊജക്റ്റ് കവർ പേജ് വെച്ചു, അടുത്ത പേജിൽ 6 എഴുതി അവസാനിപ്പിക്കണം. അപ്പൊ ഇത് പേപ്പർ നോക്കുന്ന ഒരാൾക്ക്, അസൈൻമെന്റ് നോക്കുന്ന ഒരാൾക്ക് അസൈൻമെന്റും പ്രൊജക്റ്റും വേറെ വേറെ തിരിച്ചറിയണം. ഇങ്ങനെ എഴുതാത്തതിന്റെ പേരിൽ മാർക്ക് കുറച്ച് സെന്ററുകൾ പലതും ഉണ്ട്. നമ്മൾ നിസ്സാരമാക്കി കാണരുത്. എല്ലാവരും അല്ല, ചില സ്റ്റഡി സെന്ററുകൾ കുട്ടികൾ 5 എഴുതിയിട്ട് 6ാമത്തെ പ്രൊജക്റ്റ് ആണല്ലോ എന്ന് എഴുതിയിട്ട് 5 കഴിഞ്ഞ ഉടനെ 6 എഴുതും. അങ്ങനെ എഴുതി പോകും. പക്ഷെ പേപ്പർ നോക്കുന്ന ആളുകൾ 6ാമത്തെ അതിൽ പ്രൊജക്റ്റ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ 6 മാർക്ക് കട്ട് ചെയ്ത ഇഷ്ടംപോലെ കുട്ടികളുടെ ചരിത്രങ്ങൾ പല സ്റ്റഡി സെന്ററിലും ഉണ്ട്. അപ്പൊ ആ ഒരു അനുഭവമൊക്കെ പങ്കുവെച്ചിട്ടാണ് ഈ സൂക്ഷ്മത ഇത്രയും വെക്കണം എന്ന് പറയുന്നത്. 5 കഴിഞ്ഞ ഉടനെ നിങ്ങൾ എഴുതണ്ട, അടുത്ത പേജിൽ കവർ പേജ് പ്രൊജക്റ്റ് എന്ന് എഴുതുക, എന്നിട്ട് 6 അങ്ങനെ തന്നെ ശീലിച്ചാൽ മതി. പ്രൊജക്റ്റ് എന്ന് എഴുതുക. ഒരു പേപ്പറിന് 2 സൈഡിൽ എഴുതുക, അതിന് കുഴപ്പമില്ല. കാരണം നമ്മളത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് PDF ആക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേപ്പറിന്റെ 2 സൈഡിൽ എഴുതുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. നമ്മൾ നേരിട്ടൊരു കോപ്പി സെന്ററിൽ സബ്മിറ്റ് ചെയ്യില്ലല്ലോ. നിങ്ങൾ എഴുതിയ അസൈൻമെന്റുകൾ മൊബൈലിൽ ഫോട്ടോ എടുത്ത് PDF ആക്കി നിങ്ങൾക്ക് തന്നെ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അക്കാദമിയിലാണ് അഡ്മിഷൻ എടുത്ത് അവരെ അപ്ലോഡ് ചെയ്യാം. ആ PDF ആക്കുന്നത് ഇപ്പോൾ ഇന്റർനെറ്റ് കഫയിൽ പോയി കൂടുതൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ അസൈൻമെന്റുകൾ എങ്ങനെയാണ് PDF ആക്കുന്നത് എന്നുള്ളത് വീഡിയോ അടിച്ചു കൊടുത്താൽ കിട്ടും. PDF എഡിറ്റിങ്, കംപ്രൈസിങ് അതൊക്കെ അതിൽ കിട്ടും. പരമാവധി 5 MB താഴെ, 5 MB കൂടി കഴിഞ്ഞാൽ അപ്ലോഡ് ആവണം. ഓക്കെ, നമ്മൾ PDF സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ 5 MB താഴെ ഓരോ അസൈൻമെന്റുകളും വേണം. 5 വിഷയമാണെങ്കിൽ 5 അസൈൻമെന്റുകളുടെ PDF വേറെ വേറെ വേണം. ഇംഗ്ലീഷിന്റെ വേറെ, മലയാളത്തിന്റെ വേറെ. അതിൽ തന്നെ പ്രൊജക്റ്റ് ഉൾക്കൊള്ളുന്നുണ്ട്. 6ാമത്തെ ഒരു വിഷയം ഒക്കേഷണൽ ആണെങ്കിൽ അത് വേണ്ട. ഇനി 5 എണ്ണത്തിൽ 1 ഒക്കേഷണൽ ആണ് എങ്കിൽ 4 അസൈൻമെന്റുകളാണ് വേണം, 4 PDF വേണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു അസൈൻമെന്റ് മുഴുവനായി ഒറ്റ ഹാൻഡ് റൈറ്റിൽ തന്നെ എഴുതുക. പല ആളുകളും എഴുതി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി എഴുതിയത് അതേപോലെ കോപ്പി അടിച്ച് വേറെ ആൾക്കാരും അങ്ങനെ വന്ന അനുഭവമുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. വേറൊരു വിദ്യാർത്ഥിയുടെ അസൈൻമെന്റ് ആ സെന്ററിൽ അതേ ഹാൻഡ് റൈറ്റ് വന്ന സംശയം വന്ന മാർക്ക് ഇടാതെ അതിന്റെ റീസൺസ് എന്താന്നുള്ളത് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ് വിദ്യാർത്ഥി നേരിട്ട് വന്ന് വിശദീകരണം ചോദിച്ച സ്റ്റഡി സെന്ററുകളുണ്ട്. 0 മാർക്കാണ് അവിടെ വരിക. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്. വേറെ ആളുടെ ഒരേ ഹാൻഡ് റൈറ്റിൽ ഒപ്പം എൻറോൾ നമ്പർ വരുന്ന ഒരേ സെന്ററിൽ വരുന്ന അതേ ഹാൻഡ് റൈറ്റിൽ വേറെ ആളെ കൊണ്ട് നിങ്ങൾ എഴുതിപ്പിക്കരുത്. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിൽ തന്നെ വളരെ നീറ്റായിട്ട് നിങ്ങൾ എഴുതിയ എന്ത് ചെയ്യാം. ജനുവരി 31 ഉണ്ട്. ജനുവരി 31 വരെ നിൽക്കണ്ട. ഈ മാസം തന്നെ എന്ത് ചെയ്യാം, പരമാവധി അതെല്ലാം കഴിയും. പിന്നെ നമുക്ക് PCP ക്ലാസ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അസൈൻമെന്റിന്റെ റിസൾട്ട് ഏകദേശം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ തൊട്ടപ്പുറത്തെ മാസം തന്നെ റിസൾട്ട് വരും. അത് നമ്മൾ NSന്റെ സൈറ്റിൽ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റുഡന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ TMA എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ അപ്ലോഡ് TMAയിൽ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ മീഡിയം ഒക്കെ ഇംഗ്ലീഷ് കൊടുത്താൽ മതി. മലയാളത്തിന് മാത്രം മലയാളം മീഡിയം കൊടുക്കുക, എല്ലാത്തിനൊക്കെ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കാം. 10ാം ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഏത് മലയാളം ആകാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകാം. +2കാർക്ക് പരമാവധി അവിടെ മീഡിയം ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക. അസൈൻമെന്റുകൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. എല്ലാ വിഷയവും ഇംഗ്ലീഷ്, മലയാളത്തിൽ എഴുതാം, അറബിയിൽ എഴുതാന്നല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. നമ്മൾ പരീക്ഷ മലയാളത്തിൽ എഴുതുന്നുണ്ട്. അപ്പൊ അസൈൻമെന്റ് മലയാളത്തിൽ എഴുതുന്നത് കാരണം CBSE സ്കൂൾ അധ്യാപകരാണ്. അവർക്ക് മാർക്ക് ഇടാൻ സൗകര്യം ഇംഗ്ലീഷിലാണ്. ഇപ്പൊ ഒരാൾ മലയാളത്തിൽ എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് പോകുന്നില്ല. നമ്മൾ പേപ്പർ അസൈൻമെന്റ് വാല്യൂ ചെയ്യുന്ന ആളുകൾ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ആളുകളാണ്. CBSE സ്കൂൾ അധ്യാപകരാകുമ്പോൾ അവർക്ക് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് മലയാളത്തേക്കാൾ കൂടുതൽ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് അസൈൻമെന്റുകൾ പരമാവധി നിങ്ങൾ മലയാളത്തിൽ എഴുതിയവർ അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്ത്, എഴുതാനുള്ളവർ ഇംഗ്ലീഷിൽ തന്നെ നല്ല നീറ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. അതിന്റെ മാർക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ, NSന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്ററാണ് മാർക്ക് ഇടുന്ന. മാർക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. എല്ലാ വിഷയത്തിന്റെയും അസൈൻമെന്റുകളൊക്കെ നമ്മളൊരു ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം നമ്മൾ ഇതിന്റെ PDF ആവശ്യമുള്ളവർക്ക് നൽകുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.